ഹലോ നമസ്കാരം. എൻ്റെ പേര് ആദി. പിന്നെ എന്തെൻ്റെ വിശേഷങ്ങൾ? സുഖമാണ് എല്ലാവർക്കും. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ചെറിയൊരു സിമ്പിളായിട്ടൊരു ടിപ്പായിട്ടാണ്. നമ്മുടെ ഓട്ടുപാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ഓട്ടുപാത്രങ്ങളൊക്കെ ഇങ്ങനെ വളരെ നല്ല ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്നൊരു ചെറിയൊരു രീതിയാണ്. നിങ്ങളൊന്ന് നോക്കി നോക്ക്. നമ്മൾ പരീക്ഷിച്ച് നമുക്ക് വളരെ ഈസി ആയി തോന്നി. ഒരുപാട് മെത്തേഡുകളുണ്ട്, എന്നാൽ നമുക്കിതൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ? ഓക്കെ, ഒരു 3 സംഭവങ്ങൾ ആവശ്യമുണ്ട്. നമുക്ക് ഇതിനൊരു മൈദപ്പൊടി, ഏതെങ്കിലും ഒരു പൊടി എടുക്കുക. നമ്മളിപ്പോൾ ആട്ടപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ആട്ടപ്പൊടി എടുക്കുക. നമുക്ക് എത്ര പാത്രങ്ങളുണ്ടോ അതിനനുസരിച്ച് കൂട്ടണുണ്ടോ. നമ്മളിപ്പോൾ 2-3 പാത്രമാണ് ഇവിടെ കഴുകാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ, കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക്. പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പെന്ന് പറഞ്ഞൊരു 2-3 ടേബിൾ സ്പൂൺ കേട്ടോ. ഉപ്പ് വളരെ എഫക്റ്റീവാണ് ഇതിന്. പിന്നെ അതിന് ശേഷം ഇത് മിക്സ് ചെയ്യാൻ പിന്നെ വിനാഗിരി കുറച്ചങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ടൊരു പേസ്റ്റ് രൂപത്തിൽ ഇത് മിക്സ് ചെയ്യണം. പേസ്റ്റ് രൂപത്തിൽ ഇത് നല്ല പേസ്റ്റ് ചെയ്യണം. നല്ല പേസ്റ്റായി ഈ ഒരു പാകം ആവശ്യമുള്ളൂ കേട്ടോ. നമുക്ക് ഇനി നോക്കാം, നമുക്ക് പരട്ടി നോക്കാം. ഓക്കെ, ഇപ്പം ഇങ്ങനത്തെ ഒരു ഓട്ടുപാത്രമൊക്കെ നമ്മൾ എടുത്തു. ഇത് നമ്മൾ കർപ്പൂരം അതേപോലെ വിളക്കൊക്കെ കത്തിക്കാനാണ്. നല്ലൊരു അഴുക്കുണ്ട് ഇല്ലേ? അപ്പോൾ അതിലൊക്കെ നമ്മളിങ്ങനെ നന്നായിട്ട് തേച്ച് കൊടുക്കാം. ചിലർക്ക് ഇങ്ങനെ കയ്യുമ്മയോട് തേക്കാനൊക്കെ മടിയുള്ളവരൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ, ഒരുപാട് മടിയുള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെവർക്ക് സ്ക്രബ്ബർ ഉപയോഗിച്ച് തേക്കാം. ഫുള്ളങ്ങടെ തേച്ച് കൊടുക്കാം, ഫുള്ളങ്ങട് നല്ല രീതിയിൽ. ഇപ്പോൾ കൈമായാലും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ, നല്ല സംഭവങ്ങളല്ലേ. നന്നായിട്ട് ഇതേപോലെ തേച്ച് പിടിപ്പിക്കാം. പിന്നെ നമ്മളെ നിലവിളക്കുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ, അതിനൊക്കെ വളരെ കുറേ നാൾ ഉപയോഗിച്ചിട്ട് കരി പിടിച്ചിരിക്കുന്നുണ്ടായിരിക്കും. അതൊക്കെ ഇപ്പോൾ നമുക്ക് ഇതിന് ശേഷം നമുക്ക് നോക്കാം. നല്ലൊരു ഓട്ടുപാത്രങ്ങൾ നല്ല രീതിയിൽ വെട്ടി തിളങ്ങി. ഇതിൻ്റെ ബാക്ക് സൈഡൊക്കെ നോക്കി കണ്ടില്ലേ, വളരെ ഇതായിട്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ സാധാരണ അടുക്കളയിൽ യൂസ് ചെയ്യുന്ന വെറുതെ നമ്മൾ തേച്ച് കഴിഞ്ഞാൽ ഇതൊന്നും പോവില്ല. ഡിഷ് വാഷ് ഉപയോഗിച്ച് നല്ല രീതിയിൽ അങ്ങട്. അപ്പോൾ ഇത് എല്ലാം ഒന്ന് 10 മിനിറ്റും കൂടി ഇരിക്കട്ടെ, അതിന് ശേഷം നമുക്ക് ഓടി ഒന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇനി ഇന്ന് ഇപ്പോൾ ഒരു 15 മിനിറ്റോളം ഇരുന്നു. നമുക്കിന്ന് ക്ലീൻ ചെയ്യാം. സ്ക്രബ്ബർ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കഴുകുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്കിനി നോക്കി നോക്കാം എന്താ സംഭവം എന്ന്. നല്ല നന്നായിട്ട് ഇങ്ങനെ വെട്ടി തിളങ്ങണേ അല്ലേ, നല്ലൊരു അല്ലേ, നല്ല ഇഷ്ടമാവുണ്ടല്ലേ നിങ്ങൾക്ക്? എല്ലാവരും ഈ ഒരു ഐഡിയ ഉപയോഗിച്ച് നോക്കണം കേട്ടാ. നല്ലൊരു പുതിയൊരു ഐഡിയ ആണ്. അപ്പോൾ നമ്മളിത് നിങ്ങൾ കണ്ടല്ലോ, ഓട്ടുപാത്രങ്ങളൊക്കെ നല്ല ഈസി ആയിട്ട് നമ്മൾ കഴുകി നല്ല പടപടാന്ന് നല്ല തിളങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങളിനി ഈ ടിപ്പ് നിങ്ങൾ കുറച്ച് ഉപയോഗിച്ച് നോക്കുക. വീട്ടിലൊക്കെ ഇങ്ങനെ നോക്കുക അല്ലേ, ക്ഷേത്രങ്ങളിൽ എല്ലാവിടെയും ഉപയോഗിക്കാം. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു പുതിയൊരു ടിപ്പുമായി ഞാൻ ഏതെങ്കിലും ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.